അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 187 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണങ്ങൾ ഒന്ന് ആണ് ഇന്ന് പറയാനുള്ളത്. ബനു മുസ്തലക്ക് യുദ്ധത്തിന് ശേഷം നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മുനാഫിക്കുകളെ കുറിച്ചായിരുന്നു. ഇന്ന് പറയാനുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഉണ്ടായ അപവാദ പ്രചരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഈ അപവാദ പ്രചരണം നടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് ഈ സംഭവം പിന്നീട് വിവരിക്കുന്നത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനൊക്കെ ശേഷം, കാലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം പറയുന്നത്. ബനു മുസ്തലക്ക് സൈന്യ നിയോഗത്തിലേക്ക് അതിലേക്ക് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു യാത്ര തീരുമാനിച്ചു കഴിഞ്ഞാൽ കൂടെ ഭാര്യമാരിൽ ആരെയാണ് കൂടെ കൂട്ടേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നറുക്കെടുപ്പിലൂടെ ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഇത്തവണ അതിനുള്ള സൗഭാഗ്യം ലഭിച്ചത് എനിക്കായിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പോൾ അങ്ങനെ ആ സൈന്യത്തോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹയും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു യുദ്ധത്തിന് പോകുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹയാത്രികയായി ഭാര്യയെ കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിന് നറുക്കെടുപ്പ് എന്ന രീതിയും കൂടി അവലംബിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയാണ്, ഞാൻ യാത്ര ചെയ്തിരുന്നത് ഒട്ടകപ്പുറത്തുള്ള ഹൗദജിന് ഉള്ളിലായിട്ടാണ്. അതായത് ഹൗദജ് എന്ന് പറയുന്നത് ഒരു പല്ലക്ക്, നമ്മൾ ഈ പഴയ കാലത്തൊക്കെ പറയുന്ന ഒരു പല്ലക്ക് പോലെ. അപ്പോൾ ആ കൂടാരത്തിനുള്ളിലായിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവർ തിരിച്ചു വരുന്ന വഴിയിൽ മദീനയുടെ അടുത്തെത്താറായ സമയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ആ വഴിയിൽ വെച്ച് ആ യാത്രാ സംഘം ഒരിടത്ത് ഇറങ്ങി വിശ്രമിക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നതിനായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോയി. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു മാല വഴിയിൽ നഷ്ടപ്പെടുന്നു. അപ്പം അത് അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് തരാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചത് തെരഞ്ഞ് ആ സാധനം തിരിച്ചു കിട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചവിടെ എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രാ സംഘത്തോട് ഉടനെ തന്നെ യാത്ര തുടരാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മുനാഫിക്കുകളുടെ ഫിത്തന അവർക്കിടയിൽ പ്രചരിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും യാത്ര തിരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പല്ലക്ക് ഒട്ടകപ്പുറത്ത് വഹിച്ചുകൊണ്ട് അവരും യാത്രയായി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരതിനകത്ത് ഇല്ല എന്നുള്ളത് അനുഭവപ്പെട്ടില്ല. അവരുടെ അഭാവം ആ പല്ലക്കിൽ അവർക്ക് അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അതിലുണ്ടായിരിക്കുമെന്ന് അവർ കരുതാണ്. അങ്ങനെ അവർ പോയി. അല്പസമയം കഴിഞ്ഞതിന് ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവിടേക്ക് തിരിച്ചെത്തുന്നത്. അവിടെ എത്തി നാലു ഭാഗത്തും നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. അങ്ങനെ അവർ ഒറ്റപ്പെട്ടു. അങ്ങനെ അവർ തന്നെ അന്വേഷിച്ച് വരുമെന്ന വിശ്വാസത്തിൽ അവർ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ ആ മയക്കം ബാധിച്ച് അവർ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ സൈനിക സംഘങ്ങൾ പോകുന്ന സമയത്ത് സംഘത്തിന് മുന്നിൽ ഒരു ചെറിയ സംഘം ഉണ്ടാവും. കാരണം മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിറകിലും ഒരു ചെറിയ സംഘം ഉണ്ടാവും. ആരെങ്കിലും വഴിയിൽ എന്തെങ്കിലും മറന്നു വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാനും കൂടിയായിരുന്നു അത്. അപ്പം അങ്ങനെ ഇവിടെ സഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ ഒരു ചുമതല ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ആ സംഘത്തിൽ പിന്നിൽ വന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയപ്പോൾ ഒരു ആൾ രൂപം ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു. പിന്നീട് അടുത്തെത്തിയപ്പോൾ അത്ഭുതത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രവാചക പത്നിയോ? അങ്ങനെ അയാൾ അത്ഭുതത്തോടു കൂടിയിട്ട് ഇത് പറഞ്ഞു. ഈ ശബ്ദം കേട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇവരെ പർദാ നിയമം വരുന്നതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുന്നു, ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. എൻ്റെ മൂടുപടം കൊണ്ട് ഞാൻ മുഖം മറച്ചു. ആദ്യം പറഞ്ഞ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കുകളല്ലാതെ അദ്ദേഹം എന്നോടൊന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ എൻ്റെ അടുത്താക്കിയിട്ട് കുനിച്ചു നിർത്തി അവരെ അതിൽ കയറ്റി മദീനയിലേക്ക് അവർ തിരിച്ചു. അങ്ങനെ വഴിയിൽ ഒരു അക്ഷരവും സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടില്ല. ഉച്ചയോട് അടുത്ത സമയത്ത് സൈന്യം മദീനയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ സംഘത്തിൻ്റെ അവസാന ഭാഗത്ത് മുനാഫിക്കുകളുടെ സംഘമായിരുന്നു ഉണ്ടായിരുന്നു. അവരുടെ നേതാവായ അബ്ദുല്ലാഹി ബിൻ ഉബയ്യും അതിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ആയിഷ റളിയല്ലാഹു അൻഹയെയും ഈ സഹാബിയും വരുന്നതായിട്ട് ഒട്ടകത്ത് പുറത്ത് വരുന്നതായിട്ട് കാണുക.
ഇത് കണ്ട ഓരോരുത്തരും അവർക്ക് തോന്നിയത് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് മനസ്സിൽ കടുത്ത പകയും വിദ്വേഷവും അസൂയയും ഒക്കെ നിറച്ചു നിന്നിരുന്ന കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യെ ഒരു അവസരമാക്കി എടുക്കുക. തന്റെ അനുയായികൾ മുഖേന നാട്ടിലാകെ ആയിഷ റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ബന്ധപ്പെടുത്തി അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. അത് അവിടെ പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ആയിഷ റളിയല്ലാഹു അൻഹ രോഗിയായിട്ട് കിടപ്പിലാവുകയാണ്. അപ്പോൾ ഒരു മാസത്തോളം അവർ ആ കിടപ്പിൽ കിടന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തിലെ മാറ്റം അവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരണങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. വഹിയൊന്നും വരാതിരുന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളുമായി കൂടിയാലോചിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹമുക്തയാക്കാവുന്നതാണെന്ന് അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ പ്രചരണം അവഗണിച്ച് അവരെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടും നിർദ്ദേശിക്കുന്നുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി കപട നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഔസ് ഗോത്ര നേതാവ് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അവനെ വധിക്കാൻ വേണ്ടിയിട്ട് അനുമതി ആവശ്യപ്പെട്ടു. ഇതോടെ ഇബ്നു ഉബയ്യിന്റെ ഗോത്രമായ ഗസ്രജുകാരൻ സഅദ് ബിൻ ഉബാദയും എഴുന്നേറ്റ് നിന്നിട്ട് അവരുടെ ഗോത്ര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു പക്ഷപാതിത്വം പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ രോഗം കുറഞ്ഞപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മിസ്താഫ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനോടൊപ്പം പുറത്തു പോവുക ഒരു ദിവസം. അപ്പോൾ മിസ്താഹ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃ സഹോദരി കൂടിയാണ്. അപ്പോൾ അവരുടെ മകനാണ് മിസ്താഹ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു അവരുടെ കുടുംബത്തെ സഹായിച്ചിരുന്നതൊക്കെ. അപ്പോൾ അവരുമായി അടുത്ത ബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പം അധിക സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് തന്നെ ഇവരുണ്ടാവുമായിരുന്നു. അങ്ങനെ അവര് പുറത്തുപോയി തിരിച്ചു വരുന്ന സമയത്ത് വഴിയിലൊരു കല്ലോ എന്തോ തടസ്സം ഉണ്ടായിട്ട് അവർ വീഴാൻ പോവുകയാണ്. അപ്പം ആ വീഴാൻ പോയ സമയത്ത് മിസ്താഹ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറയാണ് മിസ്താഹ് നശിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, ബദറിൽ പങ്കെടുത്ത ഒരാളെ അധിക്ഷേപിക്കുകയോ? അപ്പോൾ മിസ്താഹ് പറയാണ്, ഓ മോളെ, അവർ നിന്നെക്കുറിച്ച് പറഞ്ഞ് പരത്തിയതൊന്നും നീ അറിഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ആ സമയത്ത് അവർ ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് ആ സംഭവങ്ങളെല്ലാം പിന്നീട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മിസ്താഹ് റളിയല്ലാഹു അൻഹു അപവാദ പ്രചരണത്തിൽ പങ്കുചേർന്ന ഒരാളും കൂടിയായിരുന്നു. അപ്പൊ അത് കേട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അവരുടെ രോഗം വീണ്ടും കൂടുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അനുമതി ചോദിക്കുകയും അങ്ങനെ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാനായിട്ട് തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പോവാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ വീട്ടിലെത്തി മാതാവ് വീട്ടിന്റെ താഴെയും പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുകളിലും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്നെ കണ്ട ഉടനെ തന്നെ ഉമ്മ വന്ന് വിവരങ്ങൾ അന്വേഷിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചു, ഓ ഉമ്മ, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? അപ്പോൾ ഉമ്മ പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, നിന്നെപ്പോലെ സുന്ദരിയായ ഒരാളെക്കുറിച്ച് അസൂയക്കാർ പലതും പറയും, നീ കാര്യമാക്കേണ്ടതില്ല. അവർ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഉപ്പ ഇത് അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഉമ്മ പറഞ്ഞു, അതെ. പിന്നീട് അവർ ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അറിയുമോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പൊട്ടിക്കരയാണ്. ആ കരച്ചിൽ കേട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴേക്ക് വരുന്നു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ഇവൾക്ക് എന്ത് പറ്റി? അപ്പോൾ ഉമ്മ കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളും നിറഞ്ഞു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പിറ്റേന്ന് രാവിലെ വരെ രാത്രി ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വീണ്ടും പറയാം. ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.